ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ ഫ്രണ്ട് വ്ലോഗ്സ്. എല്ലാവർക്കും സ്വാഗതം. ഹലോ ഗായ്സ്, അപ്പൊ ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി വീഡിയോ ആയിട്ടാണ്. അപ്പൊ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാളെ നമ്മുടെ വലിയ പെരുന്നാളാണ്. അപ്പൊ അതിനുള്ള പ്രിപ്പറേഷൻ വ്ലോഗ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ ചെറിയൊരു വ്ലോഗാണ്. അപ്പൊ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം. അപ്പൊ എല്ലാവർക്കും എന്റെയും എന്റെ കുടുംബത്തിന്റെയും ഹൃദയം നിറഞ്ഞ വലിയ പെരുന്നാൾ ആശംസകൾ. അപ്പൊ അങ്ങനെ നമ്മളിതാ ഇനി അവിടെ ഓരോന്ന് വിളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പൊ ഇനി വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇതാ എനിക്ക് മൈലാഞ്ചി ഇടണം. മൈലാഞ്ചി ഒന്നും ഇട്ടിട്ടില്ല. പിന്നെ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലിട്ട് പോകാം. വീഡിയോയിലിട്ട് പോകുമ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ എന്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഫോളോ ചെയ്യുക. നേരെ വീഡിയോ. ഹലോ ഗായ്സ്, അപ്പോൾ ഇതാ നമ്മളിവിടെ ഓരോന്നും ഒലിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനും താത്തയും പിന്നെ ഉമ്മയും അത്തമ്മ എല്ലാവരും കൂടി ഇരുന്നിട്ടാണ് കേട്ടോ നമ്മളെല്ലാം ചെയ്തത്. അപ്പത്തിനും ചിന്ത നാളേക്കുള്ള സാധനങ്ങൾ പൈനാപ്പിൾ അതുപോലെ തന്നെ ബാക്കിയുള്ള അരി സാധനങ്ങളൊക്കെ ചിന്ത അപ്പത്തിനും മേടിച്ചു കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾക്ക് ഇത് ഫുള്ള് ഇപ്പോൾ വൃത്തിയാക്കി വെച്ചാൽ തന്നെ നാളേക്ക് നമ്മൾക്ക് എന്താ പറയുക വേഗം റെഡിയാക്കാൻ ഭക്ഷണമൊക്കെ റെഡിയാക്കാൻ പറ്റുള്ളൂ കേട്ടോ ഗൈസ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഇതാ ഉണ്ണി ഉറങ്ങുകയാണ്. ഉണ്ണി ഉറങ്ങുന്ന ടൈമിലാണ് നമുക്കിതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇതാ നമ്മൾ എല്ലാം അവിടെ ഇരുന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഇതാ ലിസ വന്നിട്ടുണ്ടായിരുന്നു. ലിസ അവിടെ ഉരുളക്കിഴങ്ങൊക്കെ കണ്ടിട്ട് അതൊക്കെ തട്ടിക്കളിക്കുകയാണ് കേട്ടോ. കിടന്നിട്ട് ഉരുളക്കിഴങ്ങൊക്കെ അവിടെ കിടന്നിട്ട് അതൊക്കെ തട്ടിക്കളിച്ചിട്ട് അങ്ങനെ അവനും നിൽക്കുന്നുണ്ട്. അപ്പോൾ രാവിലെ എണിച്ചാൽ എല്ലാം കൂടെ നിൽക്കാൻ പറ്റില്ല, ഉണ്ണിനെ മാനേജ് ചെയ്യണം. അതൊക്കെ കൊണ്ടാണ് നമ്മൾ ഇപ്പം തന്നെ രാത്രി തന്നെ എല്ലാം റെഡിയാക്കി വെക്കുന്നത് കേട്ടോ. രാവിലെ വെച്ചൊന്ന് അരച്ച് നമുക്ക് ബാക്കിയുള്ളതൊക്കെ ചെയ്യാമല്ലോ. അപ്പോൾ ഗൈസ്, ഇന്ന് എനിക്കും ഉമ്മാക്കും നോമ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ സമയം 10:30 ആയിട്ടുണ്ട്. നമ്മളിപ്പോൾ 10:30 ചായ കുടിക്കുകയാണ് കേട്ടോ. നമ്മൾ നോമ്പ് വെച്ചുകൊണ്ട് നമുക്ക് വൈകുന്നേരം ചായ കുടിക്കാൻ പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നോമ്പ് തുറന്ന് കഴിഞ്ഞത് ഞങ്ങൾക്ക് ചായ മസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാനും ഉമ്മയും ചായ കുടിക്കുകയായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ സമയം 11 മണി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 11 മണി ആകുമ്പോഴത്തേനും നമുക്കുള്ള പണികളൊക്കെ കഴിഞ്ഞു കേട്ടോ. ഒലിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫുള്ളും മെസ്സായി കിടക്കാണ്ട് ഹോൾ. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതവിടെയൊക്കെ ഇനി വൃത്തിയാക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ വൃത്തിയാക്കി കഴിഞ്ഞിട്ട് വേണം നമുക്കൊന്ന് കയ്യിൽ മൈലാഞ്ചി ഒക്കെ ഇടാൻ. അത്ര ഹെവി മൈലാഞ്ചി അല്ലെങ്കിലും പെരുന്നാളൊക്കെ ആയതുകൊണ്ടൊന്ന് സിമ്പിളായി മൈലാഞ്ചി ഇടാലോന്ന് വെച്ചു കേട്ടോ. അപ്പോൾ എല്ലാം ഇവിടെ ഇതാ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. താത്ത എല്ലാം ഇവിടെ അടിച്ചുവിട്ടിട്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കിതൊക്കെ കഴിഞ്ഞിട്ട് വേണം നമുക്ക് മൈലാഞ്ചി ഇടാം. മൈലാഞ്ചി ഇടുന്ന സമയം എന്ന് പറയുമ്പോൾ ഒരു 11:30-12 മണി ആയിട്ടുണ്ടാവും കേട്ടോ നമ്മൾ മൈലാഞ്ചി ഇടുമ്പോൾ. അപ്പോൾ ഞാൻ ഒരു കയ്യിൽ തന്നെ സിമ്പിളായിട്ടാണ് കേട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് കണ്ടില്ലേ, നമ്മൾ 12 മണി അവനിന് 5 മിനിറ്റ് കൂടെ ഉണ്ട്. അപ്പോഴായിരുന്നു നമ്മൾ മൈലാഞ്ചി ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അതവിടെ മൈലാഞ്ചി വെച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഇത് കഴിഞ്ഞിട്ട് വേണം താത്താക്കും ഉമ്മാക്കും ഒന്ന് സിമ്പിളായിട്ട് ഇട്ട് കൊടുക്കണം. അതുപോലെ തന്നെ താത്താക്കും മൈലാഞ്ചി ഇടേണ്ടത് കേട്ടോ. ഇതൊക്കെ കൊണ്ടാണ് കേട്ടോ. പിന്നെ ഉണ്ണി എണിക്കണേൻ്റെ ഉള്ളിൽ മൈലാഞ്ചി ഇട്ട് കഴിയണമല്ലോ. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് ഞാനൊരു കയ്യിൽ ഇട്ടുള്ളൂ കേട്ടോ. പിന്നെ നമുക്ക് ഫോട്ടോ എടുക്കുമ്പോൾ കാണാൻ തന്നെയല്ലേ മൈലാഞ്ചി. അപ്പോൾ അതുകൊണ്ട് ഒരു കയ്യിൽ പുറത്ത് മാത്രം ഞാൻ ഇങ്ങനെ ഇട്ടത് കേട്ടോ. അങ്ങനെ ഇതാ ലാസ്റ്റ് മൈലാഞ്ചിയൊക്കെ ഇതാ അവിടെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ സമയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1 മണി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 1 മണി ആയിട്ടുണ്ട്. ഇപ്പോഴും ജേറമോൾ ഉറങ്ങിയിട്ടില്ല കേട്ടോ ഗൈസ്. ഈ രാത്രി ഞങ്ങൾക്ക് എപ്പോഴും ഇതന്നെയാണ് കേട്ടോ പണി. രാത്രി ഇങ്ങനെ ഉറങ്ങാണ്ട് ഞങ്ങൾ ഉറങ്ങിയാലും അവൾ ഉറങ്ങില്ല കേട്ടോ. ഇപ്പം ഞങ്ങൾ ഉറങ്ങാത്തതുകൊണ്ടും അവളിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മൾ രാത്രി 2:30 ആയിട്ട് നമ്മൾ ഉറങ്ങുന്ന സമയത്ത് അപ്പോഴാണ് ജേറമോളും കിടന്ന് ഉറങ്ങിയത് കേട്ടോ. അപ്പോൾ ഗൈസ്, പിന്നെ അതാ ഉമ്മ ഇവിടെ നാളേക്ക് കുളിച്ച് റെഡി ആയിട്ട് ഇടാനുള്ള ഡ്രസ്സൊക്കെ ഉമ്മ ഇവിടെ അതാ ഷേപ്പാക്കി കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മൾ നിസ്കരിക്കാൻ പോകുന്ന സമയത്ത് നല്ല പുതിയ ഡ്രസ്സ് ഇടണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇതവിടെ എല്ലാം ഷേപ്പാക്കി കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ ഒരു വ്ളോഗ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുക. ബൈ.